ടീച്ചേഴ്സ് അക്കാഡമി. അപ്പോൾ ടീച്ചേഴ്സ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കേട്ടറ്റ് കാറ്റഗറി 2ലെ ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. പുതിയൊരു ടോപ്പിക്കാണ് കോശത്തിലെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ പദാർത്ഥ സംവഹനം അല്ലെ. പദാർത്ഥ സംവഹനം ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നോക്കുന്നത്. അതായത് നമുക്കറിയാം കോശത്തിനുള്ളിൽ വ്യത്യസ്ത തരത്തിലാണ് പദാർത്ഥങ്ങളുടെ സംവഹനം നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വ്യത്യസ്ത തരത്തിലുള്ള പദാർത്ഥ സംവഹനത്തെക്കുറിച്ചും പിന്നെ എന്താണ് കോശത്തിലെ സന്തുലിതാവസ്ഥ ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ടേംസ് ഒന്ന് നോക്കാം. നമ്മൾ ഏതൊരു സാധനം പഠിക്കുന്നതിന് മുന്നേ ആദ്യം അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അതിൽ എന്തൊക്കെ സയൻറ്റിഫിക് ടേംസ് വരുന്നുണ്ട് അല്ലേ, അതിൻ്റെ അർത്ഥം പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ടേംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കാം. കോശസ്തരം, കോശസ്തരം എന്നുള്ളതാണ് ആദ്യത്തെ പദം. എന്ന് വെച്ചാൽ സെൽ മെംബ്രെയിൻ അല്ലേ, സെൽ മെംബ്രെയിനെയാണ് കോശസ്തരം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കുന്ന സ്ഥലം, പദാർത്ഥങ്ങളുടെ പ്രവേശനത്തെ നിയന്ത്രിക്കുന്ന സ്ഥലമാണ് കോശസ്തരം. ഓക്കെ, ഇനി അടുത്ത വേർഡ് നോക്കാം. തിരഞ്ഞെടുത്ത പ്രവേശനീയതയുള്ള സ്ഥലം എന്ന് വെച്ചാൽ ചില പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത പ്രവേശനീയതയുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, വാരണ താരസ്ഥിരം. വാരണ താരസ്ഥിരം എന്ന പേരും കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന്, അതാണ് ഇതിന്റെ അർത്ഥം. അടുത്തത് സാന്ദ്രതാക്രമം. സാന്ദ്രതാക്രമം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, അതാണ് അതിൻ്റെ ഒരു അർത്ഥം. അത് രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള പദാർത്ഥങ്ങളുടെ സാന്ദ്രതയിലുള്ള വ്യത്യാസത്തെയാണ് സാന്ദ്രതാക്രമം അഥവാ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കോശസ്തരത്തിന്റെ പുറംഭാഗത്തും അതേപോലെ അതിന്റെ ഉള്ളിലുമായിട്ട് വ്യത്യസ്ത തരത്തിലായിരിക്കും സാന്ദ്രതാക്രമങ്ങൾ ഉണ്ടാകുക. അതിനാണ് ഈ സാന്ദ്രതാക്രമം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു വേർഡ് നോക്കാം. നിഷ്ക്രിയ സംവഹനം. നിഷ്ക്രിയ സംവഹനം അഥവാ പാസീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട് എന്നാണ്. അവിടെ ഊർജം ആവശ്യമില്ലാത്ത സംവഹന രീതിയാണ് നിഷ്ക്രിയ സംവഹനം. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ എനർജി ആവശ്യമില്ല, ഊർജം ആവശ്യമില്ലാത്ത ഒരു രീതിയാണ് നിഷ്ക്രിയ സംവഹനം. ATP ഇല്ലാതെയാണ് ഇവിടെ പദാർത്ഥങ്ങളുടെ സംവഹനം നടക്കുന്നത്. അടുത്തത് സക്രിയ സംവഹനം, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലെ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഊർജം ആവശ്യമായ സംവഹന രീതിയാണ് സക്രിയ സംവഹനം എന്ന് പറയുന്നത്. അടുത്തത് ATP. ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് അല്ലെ. ഇതെന്താണ്, ഇത് കോശ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഊർജം ഉപയോഗിക്കുന്നത് നമ്മൾ ATPയിലൂടെയാണ്. ഇനി അടുത്തത് വ്യാപനം. വ്യാപനം എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ അല്ലെ. ഡിഫ്യൂഷൻ എന്താണ്, സാന്ദ്രത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ സഞ്ചരിക്കുന്ന രീതിയാണ് വ്യാപനം. അടുത്തതാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ വ്യാപനം. തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെ. ആ മെംബ്രെയിനിലൂടെയുള്ള ജലതന്മാത്രകളുടെ വ്യാപനമാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് വേർഡ്സും കൂടെ നോക്കാം. ജലസാധ്യത. ജലസാധ്യത അഥവാ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു ലായനിയിൽ ജലതന്മാത്രകൾക്ക് ചലിക്കാനുള്ള സാധ്യതയുടെ അളവ് അല്ലെ. ആ ഒരു ജലതന്മാത്രകൾക്ക് ചലിക്കാനുള്ള സാധ്യതയുടെ അളവാണ് ജലസാധ്യത. അടുത്തത് ഹൈപ്പോട്ടോണിക് ലായനി. ഹൈപ്പോട്ടോണിക് ലായനി എന്ന് വെച്ചാൽ കോശത്തിന് പുറത്ത് ലേയങ്ങളുടെ സാന്ദ്രത കുറഞ്ഞ ലായനിയായിരിക്കും. കോശത്തിന് പുറത്ത് ലേയങ്ങളുടെ സാന്ദ്രത കുറഞ്ഞ ലായനിയാണ് ഹൈപ്പോട്ടോണിക് ലായനി എന്ന് പറയുന്നത്. അടുത്തതാണ് ഹൈപ്പർ ടോണിക് ലായനി. ഹൈപ്പർ ടോണിക് ലായനി എന്ന് പറഞ്ഞാൽ കോശത്തിന് പുറത്ത് ലേയങ്ങളുടെ സാന്ദ്രത കൂടിയ ലായനിയാണ് ഹൈപ്പർ ടോണിക് ലായനി എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്ലാസ്മോലിസിസ്. പ്ലാസ്മോലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജലം നഷ്ടപ്പെട്ട് ഉള്ളിലുള്ള ജലം നഷ്ടപ്പെട്ട് സസ്യകോശത്തിന്റെ കോശസ്തരം ചുരുങ്ങുന്ന അവസ്ഥയാണ് പ്ലാസ്മോലിസിസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം, ടെർഗിഡിറ്റി. ടെർഗിഡിറ്റി എന്താണ്, ജലം സ്വീകരിച്ച് കോശം വീർത്ത് ദൃഢമാകുന്ന അവസ്ഥ. ജലം സ്വീകരിച്ച് കോശം വീർത്ത് ദൃഢമാകുന്ന അവസ്ഥയാണ് ടെർഗിഡിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം, പ്രോട്ടീൻ പമ്പുകൾ. പ്രോട്ടീൻ പമ്പുകൾ എന്ന് പറയുന്നത് സക്രിയ സംവഹനത്തിന് സഹായിക്കുന്ന കോശസ്തരത്തിലെ പ്രോട്ടീനുകളാണ് പ്രോട്ടീൻ പമ്പുകൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്
ഈ നമ്മുടെ ടേംസ് ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള പദങ്ങളെ പറ്റി പഠിക്കാനുള്ളത്. അപ്പം ഇത് കണ്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീണ്ടും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് പദം ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യമേ പരിചയപ്പെട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടൊന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. കോശത്തിലെ സന്തുലിതാവസ്ഥ. എന്താണ് കോശത്തിലെ സന്തുലിതാവസ്ഥ എന്നാണ്? കോശത്തിനകത്തും പുറത്തുമുള്ള അന്തരീക്ഷം സന്തുലനാവസ്ഥയിൽ നിലനിർത്തുന്ന പ്രക്രിയയാണ് കോശത്തിലെ സന്തുലിതാവസ്ഥ. എന്ന് വെച്ചാൽ നമ്മുടെ കോശത്തിന്റെ അകത്തും പുറത്തും അല്ലെ, കോശസ്തരത്തിന് പുറത്തും അതേപോലെ കോശത്തിന്റെ ഉള്ളിലും ആയിട്ട് രണ്ട് ഭാഗത്തും ഒരു മാറ്റവും ഇല്ലാത്തൊരവസ്ഥ അല്ലെ, ആ ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് കോശത്തിലെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഇതിനെ കോശത്തെ സഹായിക്കുന്നത് കോശസ്തരമാണ്. അപ്പൊ ഈ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് കോശത്തിനെ സഹായിക്കുന്നത് എന്താണ്? കോശസ്തരമാണ് അല്ലെ. കോശസ്തരം, സെൽ മെംബ്രെയിൻ ആണ് സഹായിക്കുന്നത്. അപ്പൊ ഇതാണ് സെൽ മെംബ്രെയിൻ്റെ ഒരു പിക്ചർ അല്ലെ. ഇതിലൂടെയാണ് നമ്മുടെ പദാർത്ഥങ്ങളൊക്കെ സംവഹനിക്കുക. പദാർത്ഥങ്ങളൊന്നും സംവഹനിക്കാതെ ഒരു മാറ്റവും ഇല്ലാതെ കാണപ്പെടുമ്പോഴാണ് നമുക്ക് കോശത്തിലെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പദാർത്ഥ സംവഹനത്തെ കുറിച്ച് നോക്കാം അല്ലെ. അപ്പം സന്തുലിതാവസ്ഥ അല്ലാത്ത സമയത്തൊക്കെ പദാർത്ഥ സംവഹനങ്ങൾ നടക്കുന്നുണ്ടാകും അല്ലെ. അപ്പം ഇത് നോക്കാം. കോശസ്തരം വഴി പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ് പദാർത്ഥങ്ങൾ സംവഹിക്കുക. നമ്മൾ കോശസ്തരത്തിന്റെ ഉള്ളിൽ പദാർത്ഥങ്ങൾക്ക് സംവഹനം ചെയ്യണമല്ലോ അല്ലെ. അപ്പൊ അത് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. നിഷ്ക്രിയ സംവഹനം അഥവാ പാസീവ് ട്രാൻസ്പോർട്ട്, അതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി സക്രിയ സംവഹനം അഥവാ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഈ രണ്ട് രീതികളിലായിട്ടാണ് കോശസ്തരം വഴി പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നിഷ്ക്രിയ സംവഹനം നോക്കാം. നിഷ്ക്രിയ സംവഹനം അഥവാ പാസീവ് ട്രാൻസ്പോർട്ട് അല്ലെ, എന്താ നോക്കാം. പദാർത്ഥങ്ങൾ അവയുടെ സാന്ദ്രത കൂടിയ ഭാഗത്തു നിന്ന് സാന്ദ്രത കുറഞ്ഞ ഭാഗത്തേക്കു സാന്ദ്രത ക്രമത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നു. ഈ രീതിയിൽ കോശം ഊർജം ചെലവഴിക്കുന്നില്ല അല്ലെ. എന്താ പറയുന്നത്? അതായത് സാന്ദ്രത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പദാർത്ഥങ്ങൾ സംവഹനിക്കുന്ന ഒരു രീതിയാണ് നിഷ്ക്രിയ സംവഹനം. അപ്പോൾ ഇവിടെ സാന്ദ്രതാ ക്രമത്തിനനുസരിച്ചിട്ടാണ് അല്ലെ. അതായത് അതിന് വ്യത്യാസമായിട്ടൊന്നല്ല. സാന്ദ്രതാ ക്രമം എന്ന് പറയുന്നത് ഉയർന്ന സാന്ദ്രതയിൽ നിന്ന് താഴ്ന്ന സാന്ദ്രതയിലേക്ക് പോകുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു സാന്ദ്രതാ ക്രമം അനുസരിച്ച് കൊണ്ട് ഈ പദാർത്ഥങ്ങൾ പോകുന്നത് കൊണ്ട് നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റും? അവിടെ ഊർജം ആവശ്യമില്ല. ഈ ഒരു പ്രവർത്തനത്തിന് ഊർജം ആവശ്യമില്ല. അപ്പൊ ഇതാണ് ഈ നിഷ്ക്രിയ സംവഹനത്തിൽ പറയുന്നത്. ഇനി അടുത്ത ഒരു പദാർത്ഥ സംവഹന രീതി നോക്കാം. വ്യാപനം എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ആണ്. സക്രിയ സംവഹനം നമ്മൾ പഠിക്കട്ടെ. എന്താ സക്രിയ സംവഹനം പറയാണ്ട് ഡിഫ്യൂഷൻ പറയുന്നത് നോക്കണ്ട. സക്രിയ സംവഹനം നമ്മൾ അവസാനം പറയുന്നുണ്ട്. എന്താണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും നോക്കുന്നുണ്ട്. അപ്പൊ അതിനു മുന്നേ നമുക്ക് വ്യാപനം എന്താന്ന് നോക്കാം. വ്യാപനം എന്ന് പറയുന്നത് തന്മാത്രകൾ സ്വയമേവ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ്. ഇതിന് കാരണം തന്മാത്രകളുടെ ചലനോർജമാണ്. ഇവിടെ എന്താണ്? പദാർത്ഥങ്ങൾ സ്വയമേവ സഞ്ചരിക്കുക, ഒറ്റയ്ക്ക് അല്ലേ, അവിടെ വേറെ ഒന്നിന്റെയും സഹായമില്ലാതെ സ്വയമേവ സഞ്ചരിക്കുകയാണ്. ഇതിന് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇതിന് കാരണം തന്മാത്രകളുടെ ചലനോർജമാണ്. തന്മാത്രകൾക്കുണ്ടാകുന്ന ചലനോർജം അഥവാ കൈനറ്റിക് എനർജിയാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളൊക്കെ കോശസ്തരം വഴി കടക്കുന്നത് ഈ വ്യാപനം വഴിയാണ്. അപ്പൊ വ്യാപനത്തിന്റെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കറിയാം, പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഒരു ചന്ദനത്തിന് നമ്മൾ ക്ലാസ് റൂമിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിന്റെ ഉള്ളിൽ നമ്മൾ വെക്കുക. എന്നിട്ട് വാതിലും ജനലും ഒക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ചന്ദനത്തിന്റെ പുക മൊത്തം ആ റൂം മൊത്തം ആകും അല്ലെ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്ന പ്രക്രിയ കാരണമാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഇനി ഈ വ്യാപനം തന്നെ രണ്ട് രീതിയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സാധാരണ വ്യാപനം അഥവാ സിമ്പിൾ ഡിഫ്യൂഷൻ. പിന്നെ ഉള്ളതാണ് സുഗമമാക്കിയ വ്യാപനം അഥവാ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് വ്യാപനം നടക്കുന്നത്. സാധാരണ വ്യാപനവും അതേപോലെ സുഗമമാക്കിയ വ്യാപനവും. അപ്പൊ ആദ്യം നമുക്ക് സാധാരണ വ്യാപനം നോക്കാം. സാധാരണ വ്യാപനം അഥവാ സിമ്പിൾ ഡിഫ്യൂഷൻ എന്താണ്? സാന്ദ്രത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ സഞ്ചരിക്കുന്ന രീതി. ഇവിടെ ചലനത്തിന് കാരണം
തന്മാത്രകളുടെ ചലനോർജമാണ്. ഉദാഹരണം ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ കോശസ്തരം വഴി കടക്കുന്നത്. എന്താ പറയുന്നേ? അതായത് ഇവിടെ സാന്ദ്രത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് തന്മാത്രകൾ സഞ്ചരിക്കുന്നത് അല്ലെ. അതേപോലെ ഇവിടെ വേറെ ഒന്നിനെ സഹായമില്ല അല്ലെ. ചലനോർജം, തന്മാത്രകളുടെ ചലനോർജം വഴിയാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത്. അപ്പൊ ഇതില് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളുടെയോ എന്തെങ്കിലും കാര്യമൊന്നും ആവശ്യമില്ല. അതിന്റെ ഉദാഹരണം നമുക്കറിയാം, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളൊക്കെ കോശസ്തരം വഴി കടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇനി അടുത്തത് നോക്കാം, സുഗമമാക്കിയ വ്യാപനം അഥവാ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അതെന്താ നോക്കാം. ചില വലിയ തന്മാത്രകൾക്കോ ധ്രുവീയ തന്മാത്രകൾക്കോ അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന ചില അയോണുകൾക്കോ ലിപ്പിഡ് കൊണ്ട് നിർമ്മിച്ച കോശസ്തരം വഴി എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയില്ല. അത്തരം സാഹചര്യങ്ങളിലാണ് സുഗമമാക്കിയ വ്യാപനം നടക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഒന്നുകിൽ നമ്മുടെ വലിയ തന്മാത്രകൾ, അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന ചില അയേണുകൾ, അതും അല്ലെങ്കിൽ ധ്രുവീയ തന്മാത്രകൾ, ഇവർക്കൊന്നും നമ്മുടെ കോശസ്തരം വഴി കടക്കാൻ പറ്റില്ല. കോശസ്തരം എന്ന് പറയുന്നത് നമുക്കറിയാം ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് അല്ലെ. ഫോസ്ഫോലിപ്പിഡ് കൊണ്ടാണ് നമ്മുടെ കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത്, അതായത് ലിപ്പിഡ് പദാർത്ഥം കൊണ്ട്. അപ്പം അങ്ങനെ നിർമ്മിച്ചത് കാരണം ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കടക്കാൻ കഴിയാത്തത് കൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നടക്കുന്ന ഒരു വ്യാപനമാണ് സുഗമമാക്കിയ വ്യാപനം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ സുഗമമാക്കിയ വ്യാപനത്തിൽ വലിയ തന്മാത്രകളാണ് കോശസ്തരം വഴി സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വലിയ പദാർത്ഥങ്ങളായതുകൊണ്ട് തന്നെ ഇവയ്ക്കൊന്നും എന്താണ്, വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന അയേണുകളോ ഇവയ്ക്കൊന്നും ആ ലിപ്പിഡ് ബൈലെയർ വഴി കടക്കാൻ പറ്റുന്നില്ല ഉള്ളിലോട്ട്. അപ്പം ഇവയ്ക്ക് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രത്യേക വാഹക പ്രോട്ടീൻ അല്ലെങ്കിൽ ചാനൽ പ്രോട്ടീനുകൾ. ഇവയുടെ ഹെൽപ്പോട് കൂടെ മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇവർക്ക് സാന്ദ്രതാ ക്രമം അനുസരിച്ച് പദാർത്ഥങ്ങൾക്ക് ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സുഗമമാക്കിയ വ്യാപനം എന്ന് പറയുന്നത്. ഇനി ഇതിന് ഊർജം നോക്കുകയാണെങ്കിൽ ഊർജം ആവശ്യമില്ല. ഇതെന്താണ്? ഇത് നിഷ്ക്രിയ സംവഹന രീതിയാണ്. നിഷ്ക്രിയ സംവഹനത്തിന്റെ ഒരു രീതിയാണ് സുഗമമാക്കിയ വ്യാപനം. ഓക്കെ, ഇനി ഇതിന് പ്രധാന ഘടകം നോക്കുകയാണെങ്കിൽ പ്രോട്ടീനുകൾ ഒരു കവാടം പോലെ പ്രവർത്തിച്ച് തന്മാത്രകളെ എളുപ്പത്തിൽ കടന്നു പോകാൻ സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കാരിയർ പ്രോട്ടീൻസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പ്രോട്ടീനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു കവാടം പോലെ അല്ലെ, അത് ചുറ്റിനും ഇങ്ങനെ നിന്നിട്ട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കടത്തുകയാണ്. അപ്പൊ അതൊരു കവാടം പോലെ പ്രവർത്തിച്ചാണ് നമ്മുടെ തന്മാത്രകളെ എളുപ്പത്തിൽ ഉള്ളിലേക്ക് സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രോട്ടീനുകളുടെ ഹെൽപ്പോട് കൂടിയാണ് നടക്കുന്നത്. അത് മാത്രമാണ് മറ്റേതും നമ്മുടെ സാധാരണ വ്യാപനവും സുഗമമാക്കിയ വ്യാപനവും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ആലോചിക്കേണ്ട എന്താ, സാന്ദ്രത ക്രമം അനുസരിച്ചിട്ടാണ് രണ്ട് പ്രവർത്തനവും നടക്കുന്നത് അല്ലെ. ഇനി ഇതിന് ഉദാഹരണങ്ങൾ നോക്കാം. ഗ്ലൂക്കോസ് പോലുള്ള വലിയ തന്മാത്രകളുടെ കോശങ്ങളിലേക്കുള്ള സംവഹനം, അത് ഈ ഒരു പ്രക്രിയ വഴിയാണ് നടക്കുന്നത്. ഗ്ലൂക്കോസ് പോലുള്ള വലിയ തന്മാത്രകളുടെ സംവഹനം. ഇനി അടുത്തത് നോക്കാം. അടുത്തതാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്താ നോക്കാം. ഓസ്മോസിസ് എന്നത് ജലതന്മാത്രകൾക്ക് മാത്രമുള്ള വ്യാപനമാണ്. ജലതന്മാത്രകൾക്ക് മാത്രമുള്ള വ്യാപനമാണ് ഓസ്മോസിസ്. ഇവിടെ വാരണതാരിസ്ഥിരത്തിലൂടെ ജലം അതിന്റെ ഉയർന്ന ജലസാധ്യതയുള്ള ഭാഗത്ത് നിന്ന് താഴ്ന്ന ജലസാധ്യതയുള്ള ഭാഗത്തേക്ക് ഒഴുകുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ ജലസാധ്യതയാണ് പറയുന്നത്. ഉയർന്ന ജലസാധ്യതയിൽ നിന്ന് താഴ്ന്ന ജലസാധ്യതയിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? നേരത്തെ പറഞ്ഞത് സാന്ദ്രതാ തീവ്രതയായിരുന്നു. ഇവിടെ ജലസാധ്യതയാണ്. ഓക്കെ, അപ്പോൾ ഓസ്മോസിസ് എന്നത് ജലതന്മാത്രകൾക്ക് മാത്രമുള്ള വ്യാപനമാണ്. ഇവിടെ വാരണതാര്യസ്ഥിരം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വാരണതാര്യസ്ഥിരത്തിലൂടെയാണ് ഈ ഒരു ഓസ്മോസിസ് എന്ന പ്രക്രിയ നടക്കുന്നത്. അതായത് നമ്മുടെ സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള ലെയർന്ന് അല്ലെ, അതാണ് വാരണതാര്യസ്ഥിരം. ഈ വാരണതാര്യസ്ഥിരം എവിടെയാണ്? നമ്മുടെ കോശസ്ഥലമാണ് അല്ലെ വാരണതാര്യസ്ഥിരം എന്ന് പറയുന്നത്. അതിലൂടെ ഉയർന്ന ജലസാധ്യതയുള്ള ഭാഗത്ത് നിന്ന് താഴ്ന്ന ജലസാധ്യതയുള്ള ഭാഗത്തേക്ക് ഒഴുകുന്നു. അതായത് ജലസാധ്യത ഏറ്റവും കൂടുതൽ എവിടെയാണ് അല്ലെ, അവിടുന്ന് താഴ്ന്ന ഭാഗത്തേക്കാണ് നടക്കുന്നത്. ഓക്കെ, മാറിപ്പോവരുത്. ഇനി സസ്യങ്ങൾ
വേരുകളിലൂടെ ജലം വലിച്ചെടുക്കുന്നത് ഈ പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ് അല്ലെ. അവിടെ എന്തായിരിക്കും, നമ്മുടെ മണ്ണിൽ വെള്ളം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അത് വേരുകൾ വലിച്ചെടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ്, ഉയർന്ന ജലസാധ്യതയിൽ നിന്ന് താഴ്ന്ന ജലസാധ്യതയിലേക്ക്. പിന്നെ നോക്കേണ്ടത് വാരണ താരസ്ഥിരത്തിലൂടെ. അപ്പൊ ഇതാണ് രണ്ടിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓസ്മോസിന്റെയും അതേപോലെ ഡിഫ്യൂഷന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് ഇവിടെ ഡിഫ്യൂഷൻ അല്ലെ. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് വ്യാപനം അല്ലെ. വ്യാപനം എങ്ങനെയാ നടക്കുന്നത്? അത് ഉയർന്ന സാന്ദ്രതാ പ്രദേശത്ത് നിന്ന് താഴ്ന്ന സാന്ദ്രതാ പ്രദേശത്തേക്കാണ് നടക്കുന്നത് അല്ലെ. ഹൈ കോൺസെൻട്രേഷന് ലോ കോൺസെൻട്രേഷനിലേക്കാണ് തന്മാത്രകൾ മൂവ് ചെയ്യുന്നത്, തന്മാത്രകൾ അഥവാ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. ഇനി ഓസ്മോസിസ് എങ്ങനെയാണ്? ഓസ്മോസിസ് നമ്മുടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെ. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് വാരണ താരസ്തരം അല്ലെ. വാരണ താരസ്തരം എന്ന് പറയുന്നത് നമ്മുടെ കോശത്തിന്റെ സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. അതുവഴിയാണ് എന്ത്, നമ്മുടെ ഈ ജലതന്മാത്രകൾ ഉയർന്ന ജലസാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് താഴ്ന്ന ജലസാധ്യതയുള്ള പ്രദേശത്തേക്ക് കടക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് ഓസ്മോസിസും ഡിഫ്യൂഷനും. അപ്പൊ അടുത്തതായിട്ട് നോക്കുന്നത് ഓസ്മോസിസും ലായനികളുടെ സ്വാധീനവുമാണ്. ഇവിടെ നോക്കാം, ഒരു കോശത്തെ വ്യത്യസ്ത ലായനികളിൽ വെക്കുമ്പോൾ ജലത്തിന് സംഭവിക്കുന്ന ചലനം പ്രധാനമാണ്. അപ്പം ഈ ഒരു വ്യത്യസ്ത ലായനികളിൽ വരുന്ന സമയത്ത് എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് നോക്കുന്നത്. ഐസോടോണിക് ലായനി ആദ്യത്തെയാണ്. ഐസോടോണിക് ലായനി ഇവിടെ എന്താന്ന് വെച്ചാൽ കോശത്തിനകത്തെയും പുറത്തെയും സാന്ദ്രത തുല്യമായതിനാൽ കോശത്തിന് രൂപമാറ്റം സംഭവിക്കുന്നില്ല. ഇവിടെ എന്താണ്, കോശത്തിന്റെ അകത്തും അതേപോലെ കോശത്തിന്റെ പുറത്തും ഒരു മാറ്റവും ഇല്ല, സാന്ദ്രത അല്ലെ, സാന്ദ്രത തുല്യമാണ്. അതുകൊണ്ട് തന്നെ കോശത്തിന് ഒരു രൂപമാറ്റവും സംഭവിക്കുന്നില്ല. അതാണ് ഐസോടോണിക് ലായനി. ഇനി അടുത്തത് നോക്കാം, ഹൈപ്പോടോണിക് ലായനി. ഹൈപ്പോടോണിക് ലായനി എന്ന് പറഞ്ഞാൽ പുറത്ത് ലേയങ്ങൾ കുറവുള്ള ലായനിയായിരിക്കും. ജലം കോശത്തിനകത്തേക്ക് പ്രവേശിച്ച് കോശം വീർക്കുകയും ദൃഢമാവുകയും ചെയ്യുന്നു. പുറത്ത് എന്താണ്, ലേയങ്ങൾ കുറവുള്ള ലായനിയായിരിക്കും. അപ്പൊ അവിടെ പുറത്ത് എന്തായിരിക്കും, ജലസാധ്യത കൂടുതലായിരിക്കും ഉള്ളിലുള്ളതിനേക്കാൾ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, പുറത്തുള്ള നമുക്കറിയാം ഉയർന്ന ജലസാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് താഴ്ന്ന ജലസാധ്യതയുള്ള പ്രവേശത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ പുറത്ത് ലേയങ്ങൾ കുറവുള്ളത് കാരണം അവിടെ ജലസാധ്യത കൂടുതലായിരിക്കും. അപ്പൊ ജലം എന്ത് ചെയ്യും, പുറത്ത് നിന്ന് കോശത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് എന്തായിരിക്കും, വെള്ളം ഉള്ളിലോട്ട് കയറുമ്പോൾ കോശം എന്ത് ചെയ്യും, വീർക്കും അല്ലെ. കോശം വീർക്കും, ദൃഢമാവുകയും ചെയ്യും. നമുക്ക് അതിനെ ഇംഗ്ലീഷിൽ ടേർഗിഡ് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രക്രിയയാണ് ഹൈപ്പോടോണിക് ലായനി. ആ ഹൈപ്പോടോണിക് ലായനിയിൽ വെച്ച് നടക്കുന്ന മാറ്റമാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ മുന്തിരി അല്ലെ, മുന്തിരിയൊക്കെ നമ്മൾ ഈ കിസ്മിസ് മുന്തിരി എന്ന് പറയും അല്ലെ. ആ കിസ്മിസ് മുന്തിരിയൊക്കെ നമ്മളിങ്ങനെ ഈ എണ്ണയിലിട്ട് വറുക്കുന്ന സമയത്ത് അത് വീർക്കും അല്ലെ. അത് ഈ ഒരു രൂപത്തിലാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ഹൈപ്പർടോണിക് ലായനി. ഹൈപ്പർടോണിക് ലായനി എന്ന് പറയുന്നത് എന്താണ്, പുറത്ത് ലേയങ്ങൾ കൂടുതലുള്ള ലായനി. ജലം കോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതായത് ഇവിടെ എന്തായിരിക്കും, പുറത്ത് ലേയങ്ങൾ കൂടുതലായിരിക്കും. ലേയങ്ങൾ കൂടുതലാകുമ്പോൾ അവിടെ ജലസാധ്യത എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം ജലസാധ്യത കൂടുതലുള്ള പ്രദേശത്ത് നിന്ന് കുറവുള്ള പ്രദേശത്തേക്ക് പോകുന്നതാണ് ഓസ്മോസിസ്. അപ്പൊ ഇവിടെ ജലം കോശത്തിൽ നിന്ന് പുറത്തേക്കാണ് പോകുക. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് ഹൈപ്പർടോണിക് ലായനി എന്ന് പറയുന്നത്. ഇവിടെ സസ്യകോശങ്ങളിൽ കോശസ്തരം ചുരുങ്ങുന്ന ഈ അവസ്ഥയാണ് നമ്മൾ പ്ലാസ്മോലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ സസ്യകോശങ്ങളിൽ കോശസ്തരം ചുരുങ്ങിപ്പോകും അല്ലെ. വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ കോശസ്തരം എന്തായി പോകും, ചുരുങ്ങിപ്പോകും. അങ്ങനെ ചുരുങ്ങുന്ന അവസ്ഥേനെയാണ് നമ്മൾ പ്ലാസ്മോലിസിസ് എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർടോണിക് ലായനിക്ക് നമ്മൾ ഡെയിലി ലൈഫായിട്ട് ബന്ധമുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ നല്ല മാങ്ങ അല്ലെ, നല്ല മാങ്ങ നെല്ലിക്കൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെക്കും അല്ലെ. ഈ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് ആ ഉപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് ഈ ഒരു പ്രക്രിയ വഴിയാണ്, ഹൈപ്പർടോണിക് ലായനി വഴിയാണ്. അവിടെ എന്തായിരിക്കും, അവിടെ ഈ ഇപ്പൊ മാങ്ങയോ നമ്മളൊക്കെ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം പുറത്തേക്ക് പോകും അല്ലെ. ജലസാധ്യത കൂടുതലുള്ള പ്രദേശം കോശത്തിന്റെ ഉള്ളിലായിരിക്കും പുറത്തേക്കാൾ. അപ്പൊ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് പോകും. അങ്ങനെയാണ് ഈ ഉപ്പ് ഇതിലേക്ക് പിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ.
അപ്പൊ ഇതാണ് 3 വ്യത്യസ്ത തരത്തിലുള്ള ലായനികൾ നമ്മൾ പറഞ്ഞു. ഐസോടോണിക് ലായനി, ഹൈപ്പോടോണിക് ലായനി ആൻഡ് ഹൈപ്പർടോണിക് ലായനി അല്ലേ. ഇനി അടുത്തത് നോക്കാം, സക്രിയ സംവഹനം. സക്രിയ സംവഹനമാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ നിഷ്ക്രിയ സംവഹനം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്തതായിട്ടുള്ളതാണ് സക്രിയ സംവഹനം. നിഷ്ക്രിയ സംവഹനം നമ്മൾ പറഞ്ഞപ്പം പറഞ്ഞു അതിന് ATP ആവശ്യമില്ല അല്ലെ, ഊർജം ആവശ്യമില്ലാതെയാണ് ആ പ്രക്രിയ നടക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ATP ആവശ്യമാണ്. അപ്പൊ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സക്രിയ സംവഹനത്തിൽ പദാർത്ഥങ്ങൾ സാന്ദ്രതാക്രമത്തിനെതിരായി സഞ്ചരിക്കുന്നു. സാന്ദ്രതാക്രമത്തിനെതിരായിട്ടാണ് സഞ്ചരിക്കുന്നത്. സാന്ദ്രതാക്രമം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഉയർന്ന സാന്ദ്രതാ പ്രദേശത്ത് നിന്ന് താഴ്ന്ന സാന്ദ്രതാ പ്രദേശത്തിലേക്ക് പദാർത്ഥങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. പക്ഷെ ഇവിടെ സാന്ദ്രതാ ക്രമത്തിന് എതിരായി സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, താഴ്ന്ന സാന്ദ്രത പ്രദേശത്ത് നിന്ന് ഉയർന്ന സാന്ദ്രതാ പ്രദേശത്തേക്കായിരിക്കും പദാർത്ഥങ്ങൾ കടക്കുക അല്ലെ. ആ ഒരു ഇതിനെയാണ് നമ്മൾ സക്രിയ സംവഹനം എന്ന് പറയുന്നത്. ഇവിടെ ഊർജം, ഈ പ്രക്രിയയ്ക്ക് ഊർജം ആവശ്യമാണ്. ഊർജം നമുക്ക് കിട്ടുന്നത് ATPയിലൂടെയാണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നതിലൂടെയാണ് നമുക്ക് ഊർജം കിട്ടുന്നത്. ഇനി ഇത് നടക്കുന്നത് കോശസ്തരത്തിലെ പ്രത്യേക പ്രോട്ടീൻ പമ്പുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു നമുക്കറിയാം, സാന്ദ്രത കുറവുള്ള ഭാഗത്ത് നിന്ന് കൂടുതലുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് വേണം അല്ലെ, അല്ലാണ്ട് സുഖമായിട്ട് പെട്ടെന്ന് നടക്കാൻ പറ്റില്ല. അപ്പൊ അത് പ്രത്യേക പ്രോട്ടീൻ പമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇനി ഇതിന്റെ ഉദാഹരണം നോക്കാം. സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ധാതു ലവണങ്ങൾ ശേഖരിക്കുന്നത് ഒന്നാമത്തത്. രണ്ടാമത്തെ, നാഡീകോശങ്ങളിലെ സോഡിയം പൊട്ടാസ്യം പമ്പിന്റെ പ്രവർത്തനം. നാഡീകോശത്തിലെ സോഡിയം പൊട്ടാസ്യം പമ്പുകൾ വഴി നടക്കുന്ന പ്രക്രിയയും അതേപോലെ സസ്യങ്ങൾ മണ്ണിൽ നിന്ന് ധാതു ലവണങ്ങൾ ശേഖരിക്കുന്നതും ഈ ഒരു പ്രക്രിയ വഴിയാണ്. അപ്പൊ ഇതാണ് ഈ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇവിടെ. പാസീവ് ട്രാൻസ്പോർട്ടിന്റെയും ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെയും ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. പാസീവ് ട്രാൻസ്പോർട്ടിൽ അവിടെ ATPന്റെയോ എനർജിന്റെയോ സഹായം ഇല്ലാതെ നടക്കുന്നു. മറ്റതിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ATP ഉപയോഗിച്ചിട്ട് നടക്കുന്നു. ഇനി പാസീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ, അതായത് നിഷ്ക്രിയ സംവഹനമാണെങ്കിൽ, അവിടെ ഉയർന്ന സാന്ദ്രതാ പ്രദേശത്ത് നിന്ന് താഴ്ന്ന സാന്ദ്രതാ പ്രദേശത്തേക്കായിരിക്കും പോവുക. മറ്റേ സക്രിയ സംവഹനം എന്ന് പറയുന്നത് താഴ്ന്ന സാന്ദ്രതാ പ്രദേശത്ത് നിന്ന് ഉയർന്ന സാന്ദ്രതാ പ്രദേശത്തേക്കായിരിക്കും പദാർത്ഥങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ്. നിഷ്ക്രിയ സംവഹനത്തിൽ ഊർജം ആവശ്യമില്ല അല്ലെ, സാന്ദ്രതാ ക്രമത്തിനനുസരിച്ചിട്ടാണ് ചലനം. എന്നാൽ സക്രിയ സംവഹനത്തിൽ ഊർജം അത്യാവശ്യമാണ് അല്ലെ. ചലനം സാന്ദ്രതാ ക്രമത്തിന് എതിരായിട്ടാണ് നടക്കുന്നത്. അതാണ് ഇതിൽ പറയാനുള്ളത്. അതായത് ആദ്യത്തേൽ ATP ആവശ്യമില്ല, രണ്ടാമത്തേൽ ATP ആവശ്യമുണ്ട്. ആദ്യത്തേൽ അതേപോലെ സാന്ദ്രതാ ക്രമം അനുസരിച്ചിട്ടാണ്, മറ്റതിൽ സാന്ദ്രതാ ക്രമം അനുസരിച്ചിട്ടല്ല. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിന്റെ PYQs ആണ്. കേട്ടറ്റ് കാറ്റഗറി 2 വന്നിട്ടുള്ള PYQs ആണ് ഈ ടോപ്പിക്കിന്റെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, തന്മാത്രകൾ അവയുടെ സാന്ദ്രത കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് സ്വയമേവ സഞ്ചരിക്കുന്ന പ്രക്രിയ താഴെ പറയുന്നവയിൽ ഏതാണ്? എന്താ ചോദിച്ചിരിക്കുന്നേ? തന്മാത്രകൾ സാന്ദ്രത കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത് അല്ലെ, അതെങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓസ്മോസിസ്, സക്രിയ സംവഹനം, വ്യാപനം, പ്ലാസ്മോലിസിസ്. അപ്പൊ ഇവിടെ ഓസ്മോസിസ് ആണോ? ഓസ്മോസിസ് അല്ല അല്ലെ. അവിടെ ഉയർന്ന ജലസാധ്യതയുള്ള പ്രദേശത്ത് നിന്ന് താഴ്ന്ന ജലസാധ്യതയുള്ള പ്രദേശത്തേക്കാണ് അല്ലെ പോകുന്നത്. അതേപോലെ കോശസ്തരം വഴിയാണ്. ഇനി സക്രിയ സംവഹനാണോ? സക്രിയ സംവഹനം വഴിയാണോ നടക്കുന്നത്? അല്ല, അവിടെ സാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തേക്കാണ് അല്ലെ പോകുന്നത്. ഇനി വ്യാപനം ആണ് അല്ലെ, വ്യാപനാണ് ശരി ഉത്തരം. അപ്പം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വ്യാപനാണ്. ഇനി അടുത്ത നോക്കാം, വ്യാപനം അഥവാ ഡിഫ്യൂഷൻ. തിരഞ്ഞെടുത്ത പ്രവേശനതയുള്ള സ്ഥലത്തിലൂടെ ജലതന്മാത്രകളുടെ വ്യാപനത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? തിരഞ്ഞെടുത്ത പ്രവേശനതയുള്ള സ്ഥലത്തിലൂടെ ജലതന്മാത്രകളുടെ വ്യാപനത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? ഈ ഒരു വ്യാപനത്തെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഓപ്ഷൻസ്? സംവഹനം, ഓസ്മോസിസ്, വിസരണം, ക്രനേഷൻ. പറയാൻ പറ്റുമോ? ഓസ്മോസിസ് ആണ് അല്ലെ. ഓസ്മോസിസ് ആണ് തിരഞ്ഞെടുത്ത പ്രവേശനതയുള്ള സ്ഥലത്തിലൂടെ ജലതന്മാത്രകളുടെ വ്യാപനത്തെ സൂചിപ്പിക്കുന്ന പദം. അടുത്തത് നോക്കാം.
ഒരു പദാർത്ഥത്തെ അതിന്റെ സാന്ദ്രത കുറഞ്ഞ ഭാഗത്ത് നിന്ന് സാന്ദ്രത കൂടിയ ഭാഗത്തേക്ക് സംവഹനം ചെയ്യാനായി കോശം ഊർജം ഉപയോഗിക്കുന്ന രീതി ഏത്? വ്യാപനം, സുഗമമായ വ്യാപനം, സക്രിയ സംവഹനം, ഓസ്മോസിസ്. ഏതായിരിക്കും? സുഗമമായ വ്യാപനാണ് അല്ലെ. സുഗമമായ വ്യാപനം വഴിയാണ് സാന്ദ്രത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് പദാർത്ഥങ്ങൾ സംവഹനം ചെയ്യുന്നത്. അത് ഊർജം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സസ്യകോശത്തെ ഹൈപ്പർടോണിക് ലായനിയിൽ വെച്ചാൽ കോശത്തിന് സംഭവിക്കുന്ന അവസ്ഥ എന്ത്? ടെർഗിഡിറ്റി, വീർത്ത് ദൃഢമാകുക. ലൈസിസ്, പൊട്ടിപ്പോകുക. പ്ലാസ്മോലിസിസ്, കോശസ്തരം ചുരുങ്ങുന്നു. ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്തായിരിക്കും? ഒരു സസ്യകോശത്തെ ഹൈപ്പർടോണിക് ലായനി അല്ലെ. ഹൈപ്പർടോണിക് ലായനി എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? ലായങ്ങൾ കൂടിയ ഒരു പ്രദേശമായിരിക്കും. അപ്പൊ അവിടെ എന്തായിരിക്കും? അവിടെ വെള്ളം കുറവായിരിക്കും അല്ലെ. അങ്ങനെ വെള്ളം കുറവാകുന്ന സമയത്ത് നമ്മുടെ കോശത്തിന്റെ ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് പോകും അല്ലെ. അങ്ങനെ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ അവിടെ എന്തായിരിക്കും? ചുരുങ്ങി പോകുകയാണ് ചെയ്യുക. അപ്പം ഇവിടെ എന്താണ് ഓപ്ഷൻ സി ആണ്, പ്ലാസ്മോലിസിസ് ആണ് സംഭവിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. താഴെ പറയുന്നവയിൽ നിഷ്ക്രിയ സംവഹനത്തിന്റെ സവിശേഷത അല്ലാത്തതേത്? നിഷ്ക്രിയ സംവഹനത്തിന്റെ സവിശേഷത അല്ലാത്തതേത് എന്നാണ്. ATPയുടെ ആവശ്യമില്ല. അത് കറക്റ്റ് ആണ് അല്ലെ. സാന്ദ്രതാക്രമത്തിന് എതിരായി നടക്കുന്നു. സാന്ദ്രതാക്രമത്തിന് എതിരായി നടക്കുന്നു ആണോ? അല്ല. സാന്ദ്രതാക്രമത്തിന് അതുപോലെ തന്നെയാണ് അല്ലെ നടക്കുന്നത്, എതിരായിട്ടല്ല നടക്കുന്നത്. വ്യാപനം, ഓസ്മോസിസ് എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. കറക്റ്റ് ആണ് അല്ലെ. വ്യാപനവും ഓസ്മോസിസ് ഒക്കെ ആ വിഭാഗത്തിൽ പെടുന്നു. ഊർജം ചെലവഴിക്കപ്പെടുന്നില്ല, അതും കറക്റ്റ് ആണ്. അപ്പൊ ഇതാണ് ഓപ്ഷൻ. സാന്ദ്രതാക്രമത്തിന് എതിരായി നടക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് വ്യത്യസ്ത തരത്തിലുള്ള പദാർത്ഥ സംവഹനത്തെ രീതിയായിരുന്നു അല്ലെ. കോശത്തിലെ സന്തുലിതാവസ്ഥ, അതേപോലെ വ്യത്യസ്ത പദാർത്ഥ സംവഹന രീതി പഠിച്ചു. നമ്മുടെ ഓസ്മോസിസ് പഠിച്ചു, അതേപോലെ ഡിഫ്യൂഷൻ പഠിച്ചു അല്ലെ. പിന്നെ ഡിഫ്യൂഷൻ, നിഷ്ക്രിയ സംവഹനം പഠിച്ചു, സക്രിയ സംവഹനം പഠിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നല്ലോണം ഇരുന്ന് നോട്ട്സ് ഒക്കെ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.